നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. അർത്ഥശാസ്ത്രമിദം പുണ്യം ധർമ്മശാസ്ത്രമിദം പരം മോക്ഷശാസ്ത്രമിദം പ്രോക്തം വ്യാസേനാമിത ബുദ്ധിനാ. ഇത് ത്രേതായുഗത്തിൽ തുടങ്ങിയ മത്സരമാണ്. ഹരിനാമകീർത്തനത്തില് എഴുത്തച്ഛൻ വളരെ മനോഹരമായിട്ട് നമ്മെ അത് പാടിക്കേൾപ്പിച്ചിട്ടുണ്ട്. ഭഗവാന്റെ ലീലാവിലാസങ്ങളുടെ മഹത്വത്തെക്കുറിച്ച് ചമ്മട്ടി പൂണ്ട് കടിഞ്ഞാണും മുറുക്കിയുടൻ ഇന്ദ്രാത്മജന്യുധി തേർപൂട്ടി നിന്നു ബത ചെമ്മയെ മറഞ്ഞൊരു ശരം കൊണ്ടു കൊന്നതും ഒരു ഇന്ദ്രാത്മജന്യ ഹരി നാരായണായ നമ. ഒരു ഇന്ദ്രാത്മജനെ യുദ്ധത്തിൽ ജയിപ്പിക്കാൻ വേണ്ടിയിട്ട് ചമ്മട്ടിയും കടിഞ്ഞാണും പിടിച്ച് തേര് തയ്യാറാക്കി തേര് തെളിക്കാൻ പടക്കളത്തിൽ ഭഗവാൻ തയ്യാറായി എത്തി അദ്ദേഹം. എന്നാൽ അതേ ഭഗവാൻ തന്നെ വേറൊരു ഇന്ദ്രാത്മജനെ ബാലിയെ ഒരു മരത്തിന്റെ പുറകിൽ മറഞ്ഞു നിന്ന് അമ്പ് ചെയ്ത് കൊല്ലുകയും ചെയ്തു. സുഗ്രീവൻ സൂര്യപുത്രൻ, ബാലി ഇന്ദ്രപുത്രൻ. അങ്ങനെ അർജുനൻ ഇന്ദ്രപുത്രൻ, കർണൻ സൂര്യപുത്രൻ. ഒരു ഇന്ദ്രാത്മജനെ അർജുനനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് തേരുപൂട്ടി നിന്നു. വേറൊരു ഇന്ദ്രാത്മജനെ അദ്ദേഹം മരം മറഞ്ഞു നിന്ന് ഏതും കൊന്നു. അതിന്റെ കാരണം ആധ്യാത്മികമായ ഉയർന്ന തലങ്ങളാണ്. അതിലേക്കാണ് എഴുത്തച്ഛൻ നമ്മെ കൊണ്ടുപോകുന്നത്. കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അധികം പേർക്കും അതറിയും. ഇപ്പോൾ അത് വിശദീകരിക്കാനുള്ള സമയമല്ല. അങ്ങനെ ത്രേതായുഗത്തിലെ ആ മത്സരം ഇതെന്നുള്ള മത്സരം, എന്നും ഈ ജഗത്തിൽ നടക്കുന്ന മത്സരം, എന്നും നമ്മിലെല്ലാം നടക്കുന്ന മത്സരം. നമ്മിൽ ഓരോരുത്തരും ഓരോ ആറ്റമിനകത്ത് നടക്കുന്നുണ്ട് ഈ മത്സരം. ഈ ദേവന്മാരൊന്നും വ്യക്തികളല്ല. ഈ ദേവന്മാരെല്ലാം ചൈതന്യങ്ങളാണ്, ശക്തിവിശേഷങ്ങളാണ് എന്ന് നാം അറിയണം. പരമമായ വേദാന്ത ശാസ്ത്രത്തെയാണ് കഥാരൂപത്തില് ഇതിഹാസകാരന്മാര് വാൽമീകിയും വ്യാസനും നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. അങ്ങനെ തന്റെ പുത്രനായ അർജുനന് കർണസംഹാരത്തിന് അവസരമൊരുക്കാൻ വേണ്ടി, അങ്ങനെ പാണ്ഡവന്മാരുടെ വിജയത്തിന് വഴി ഒരുക്കാൻ വേണ്ടിയിട്ട് ഇന്ദ്രൻ തീരുമാനിച്ച ആ വിവരം ഉടനെ തന്നെ സൂര്യൻ മനസ്സിലാക്കുകയും ചെയ്തു. ഇന്ദ്രന്റെ ആ വിചാരം തിരിച്ചറിഞ്ഞതായ സൂര്യൻ എന്ത് ചെയ്തു? കുണ്ടലാർത്ഥേ മഹാരാജ സൂര്യകർണമുപാഗത. ഈ മഹാഭാരതം ജനമേജയനെ വൈശമ്പായനൻ കേൾപ്പിക്കുന്നതാണല്ലോ. മഹാഭാരതം രചിച്ചത് വ്യാസഭഗവാൻ. അത് സർപ്പസത്രം നടക്കുന്ന അവസരത്തില് ജനമേജയൻ വ്യാസഭഗവാനോട് അത് കേൾക്കണമെന്ന് പ്രാർത്ഥിച്ചപ്പോൾ തന്റെ ശിഷ്യനായ വൈശമ്പായനോട് അത് പാടിക്കേൾപ്പിക്കാൻ വ്യാസഭഗവാൻ പറയുകയും, അങ്ങനെ തന്റെ ഗുരുനാഥന്റെ നിർദ്ദേശമനുസരിച്ചിട്ട് ഗുരുനാഥൻ പഠിപ്പിച്ചതായ ആ പവിത്രമായിരിക്കുന്ന ധർമ്മശാസ്ത്രം, കഥാരൂപത്തിലുള്ള ധർമ്മശാസ്ത്രം, അതേപോലെ തന്നെ കഥാരൂപത്തിൽ വരുന്നതായ ഉപനിഷൽ മന്ത്രം, അതിനെ വൈശമ്പായനൻ കേൾപ്പിക്കുകയും ചെയ്യുന്നതാണ് മഹാഭാരതം. ജനമേജയൻ ചോദിച്ചു ഇക്കാര്യം. വൈശമ്പായനൻ മറുപടി പറയണം. അതാണ് മഹാരാജ എന്ന സംബോധന. അല്ലയോ മഹാരാജാവേ, ഇന്ദ്രൻ എന്ത് ചെയ്തു? കുണ്ടലാർത്ഥേ മഹാരാജ സൂര്യകർണമുപാഗത. ഇന്ദ്രൻ വരും എന്ന് മനസ്സിലാക്കിയ സൂര്യൻ കർണന്റെ സമീപത്ത് എത്തിച്ചേർന്നു. ഇങ്ങനൊരു ആപത്ത് നിനക്ക് പതിയിരിക്കുന്നുണ്ട്
ഈ കുണ്ടലങ്ങളുടെയും കാതിൽ ജന്മസിദ്ധമായിട്ട് അണിയിക്കപ്പെട്ടിരിക്കുന്ന ഈ ദിവ്യമായ കർണാഭരണങ്ങളുടെയും മാറിടത്തിൽ അണിഞ്ഞിരിക്കുന്ന ഈ കവചത്തിന്റെയും, അത് ഊരാനും ധരിക്കാനും കഴിയുന്ന കവചമല്ല. സാധാരണ സൈനികരെ കവചം ധരിക്കും, അത് ആവശ്യമുള്ളപ്പോഴേക്കും ധരിക്കാം, അല്ലാത്തപ്പോഴേക്കും അത് മാറ്റിവെക്കാം. ഇതങ്ങനെയുള്ളതല്ല, എപ്പോഴും ശരീരത്തിലുള്ളതാണ്, ശരീരത്തിന്റെ ഭാഗമാണ്. കൈയും കാലും കണ്ണും എല്ലാം നമ്മുടെ ശരീരത്തിന്റെ ഭാഗമായിരിക്കുന്നത് പോലെ കർണന്റെ ശരീരത്തിന്റെ ഭാഗമാണ്. അത് സൂര്യതുല്യം ശോഭിക്കുന്നതാണ്. അങ്ങനെയുള്ളതായ ഈ കവചകുണ്ടലങ്ങളുടെ സവിശേഷത കർണനെ പറഞ്ഞു മനസ്സിലാക്കിച്ചിട്ട് കർണൻ ഒരു തരത്തിലും ഇത് ഇന്ദ്രന് കൊടുക്കരുത്, കൊടുത്താൽ അത് കർണ മൃത്യുവിലെ അവസാനം ഫലിക്കുകയുള്ളൂ. അക്കാര്യം കർണനെ ഉപദേശിപ്പാൻ വേണ്ടി സൂര്യൻ കർണന്റെ സമീപത്തേക്ക് വരാനായിട്ട് തീരുമാനിച്ചു. രാത്രിയിലാണ് അദ്ദേഹം വരുന്നത്. കർണൻ തന്റെ കൊട്ടാരത്തില് സുഖമായി ഉറങ്ങുകയാണ് പല്യങ്കത്ത്. ഇനി പ്രഭാതം ഇതാ അടുക്കാൻ പോകുന്നു. കർണൻ ഉണരുന്ന സന്ദർഭത്തോടടുത്തു വരികയാണ്. ആ ഉറക്കം ഇങ്ങനെ അവസാനിക്കാറായി വരുമ്പോ സ്വപ്നാന്തേ നിശിരാജേന്ദ്ര ദർശയാമാസ രശ്മിവാൻ കൃപയാ പരയാവിഷ്ട പുത്രസ്നേഹാച്ച ഭാരത. അല്ലയോ ഭാരത, അല്ലയോ ജനമേജയ മഹാരാജാവേ എന്ന് വീണ്ടും വൈശമ്പായനൻ സംബോധന ചെയ്യാണ്. സൂര്യൻ അവിടെ എത്തിച്ചേർന്നു. എന്തുകൊണ്ട്? കർണനോടുള്ള വർദ്ധിച്ചതായ ആ കൃപ കൊണ്ട്. അതേപോലെ തന്നെ ആ കൃപയ്ക്ക് കാരണവും പറയുന്നുണ്ട്. പുത്രസ്നേഹാച്ച, തന്റെ പുത്രനോടുള്ള സ്നേഹം കൊണ്ട് രശ്മിവാനായ, കിരണങ്ങളോട് കൂടിയവനായ, പ്രകാശവാനായിരിക്കുന്ന ആ സൂര്യൻ കർണന് ദർശനമേകുകയാണ്. കർണൻ ഉറക്കം അവസാനിക്കാനുള്ള സന്ദർഭത്തിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു, ഉണർന്നു കഴിഞ്ഞിട്ടില്ല. അതിനു മുമ്പ് സൂര്യൻ കർണന് സ്വപ്ന ദർശനം ഏകുകയാണ്. എങ്ങനെ? സൂര്യനായിട്ടല്ല, ഒറ്റ നോട്ടത്തില് താൻ ആരാണ് എന്ന് കർണൻ തിരിച്ചറിയരുത്. അതുകൊണ്ട് അദ്ദേഹം വേഷം മാറിയിട്ടാണ്. ബ്രാഹ്മണോ വേദവിദ്ഭൂത്വ സൂര്യോ യോഗർദ്ധിരൂപവാൻ. സൂര്യൻ ഒരു ബ്രാഹ്മണന്റെ വേഷത്തിൽ. എങ്ങനെ? വേദം നല്ലവണ്ണം പഠിച്ചിരിക്കുന്നവനായ ബ്രാഹ്മണന്റെ രൂപത്തില്. ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ ബ്രഹ്മജ്ഞാനി എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. അതൊരു ജാതിയല്ല. ഏത് കുടുംബത്തിൽ പറഞ്ഞയാളും ഉപാസന കൊണ്ട്, ജീവിതം കൊണ്ട് സാത്വികഗുണ സമ്പന്നനായി ബ്രഹ്മജ്ഞാനം നേടിക്കഴിഞ്ഞാൽ ബ്രാഹ്മണനാണ്. അങ്ങനെ ഒരു ബ്രഹ്മജ്ഞാനിയായിരിക്കുന്ന ബ്രാഹ്മണനായിട്ട് യോഗർദ്ധിരൂപവാൻ, വർദ്ധിച്ചതായ യോഗ ശക്തിയോട് കൂടിയവനായിട്ട് ഹിതാർത്ഥം അബ്രവീത് കർണം സാന്ത്വപൂർവം ഇതം വച. കർണന്റെ ഹിതത്തിനു വേണ്ടി, കർണന് മംഗളം ഉണ്ടാകുന്നതിന് വേണ്ടി, നന്മ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് വളരെയേറെ സാന്ത്വനപൂർണമായിട്ട് കർണനോട് ഇങ്ങനെ പ്രശാന്തമായിട്ട് പറയുകയാണ്, സംസാരിക്കുകയാണ് സൂര്യൻ. സ്വപ്നത്തിൽ കർണൻ സൂര്യനെ കാണുന്നു. സൂര്യൻ എന്നറിഞ്ഞില്ല, ഒരു ബ്രാഹ്മണൻ തന്റെ സമീപത്തേക്ക് വന്നു ചേർന്നിരിക്കുകയാണ്. നല്ല പ്രകാശവാനാണ്. കാണുമ്പോൾ തന്നെ അറിയാം അദ്ദേഹം യോഗത്തിന്റെ മൂർത്തിയാണ്, രാജയോഗത്തിന്റെ മൂർത്തിയാണ്. സർവയോഗങ്ങളുടെയും, ഭക്തി, ജ്ഞാനം തുടങ്ങിയ സർവയോഗങ്ങളുടെയും മൂർത്തിയാണ് എന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാകും. അതുകൊണ്ട് കർണൻ ശ്രദ്ധിക്കുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ. കർണമദ്വചനം താത ശൃണു സത്യഭൃതാംബര. സത്യഭൃതാംബര എന്നാണ് സംബോധന ചെയ്തിരിക്കുന്നത്. സത്യത്തെ ധരിക്കുന്നവരുടെ കൂട്ടത്തിൽ വച്ചിട്ട്, സത്യം ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ വച്ചിട്ട് ശ്രേഷ്ഠനായിരിക്കുന്ന അല്ലയോ കർണ, തന്റെ വാക്ക് പരിപാലിക്കുന്നവനായ അല്ലയോ കർണ,
തന്റെ വാക്കിന് ഒരിക്കലും വിഘ്നം വരുത്താത്തവനായ അല്ലയോ കർണ, അല്ലയോ താത, അല്ലയോ കുഞ്ഞേ. പിതൃനിർവിശേഷമായിട്ടുള്ള സ്നേഹമെല്ലാം ആ വാക്കുകളിലൂടെ പ്രകടമാവുകയാണ്. അല്ലയോ കർണ, നീ എന്റെ വാക്കുകളെ കേട്ടാലും, ശ്രദ്ധയോടുകൂടിയിട്ട് കേട്ടാലും, അല്ലയോ മഹാബാഹോ സൗഹാർദ്ദാത് പരമം ഹിതം, നിന്നോടുള്ള സ്നേഹത്തിന്റെ ആധിക്യം കൊണ്ടാണ് ഞാൻ വന്ന് നിന്നോട് ഇതൊക്കെ പറയുന്നത്. എന്താണ് ഈ പറയുന്നത് വെച്ചു കഴിഞ്ഞാൽ, നിനക്ക് പരമമായിരിക്കുന്ന ഹിതമാണ് ഞാൻ പറയുന്നത്. ഏറ്റവും ശ്രേഷ്ഠകരമായ ഹിതം, ഭാവിയില് നന്മയുണ്ടാക്കുന്ന കാര്യമാണ് ഹിതം. ഹിതവും പ്രിയവും ഇത് രണ്ടും നമ്മുടെ ജീവിതത്തിലുണ്ട്. ഇപ്പൊ കേൾക്കാനും പ്രവർത്തിക്കാനും ഒക്കെ സന്തോഷം ഉളവാക്കുന്നത് പ്രിയം. ചില പ്രിയങ്ങൾ ഹിതമായി എന്ന് വരാം, എല്ലാ പ്രിയവും ഹിതമാകണമെന്നില്ല. എന്താ ഹിതം? ഒരുപക്ഷെ ഇപ്പൊ ഇഷ്ടപ്പെടുന്ന കാര്യമാകാം, ചിലപ്പോ ഇപ്പൊ ഇഷ്ടപ്പെടാത്ത കാര്യവുമാകാം. പക്ഷെ ഭാവിയിൽ അത് ശ്രേയസ്സിന് കാരണമായി തീരും. വിജയങ്ങൾക്ക്, ലാഭത്തിന്, നന്മയ്ക്ക്, സുഖത്തിന്, ഐശ്വര്യ സമൃദ്ധിക്ക് ഒക്കെ കാരണമായി തീരും. അതാണ് ഹിതം, ഭാവിയിൽ ശ്രേയസ്കരമായി തീരുന്നത്. അത് ഇപ്പോ ചിലപ്പോ ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കാം, അതുകൊണ്ട് പ്രിയമായെന്ന് വരില്ല. കുഞ്ഞെ, ഞാൻ നിന്നോട് പറയുന്നത് പ്രിയമായ കാര്യമല്ല, ഹിതമായ കാര്യമാണ്. അതെങ്ങനെയുള്ള ഹിതം? പരവുമായിരിക്കുന്ന ഹിതം. അതിനപ്പുറം വേറെ ഹിതം നിനക്ക് ഈ ജീവിതത്തിൽ സംഭവിക്കാനില്ല. അങ്ങനെയുള്ള കാര്യം നിന്നോടുള്ള സ്നേഹാധിക്യം കൊണ്ട് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നു ചേർന്നിരിക്കുന്നത്. എന്താ കാര്യം എന്നറിയോ? ഉപയാസ്യതിശക്രസ്ത്വം പാണ്ഡവാനാം ഹിതേപ്സയ. പാണ്ഡവന്മാരോട് ഇന്ദ്രന് വളരെയേറെ സ്നേഹമുണ്ട്, താല്പര്യമുണ്ട്. അർജുനനോട് അങ്ങേയറ്റം താല്പര്യമുണ്ട്. ഇന്ദ്രന്റെ പുത്രനാണ് അർജുനൻ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. വാക്കുകൊണ്ട് സൂര്യൻ അങ്ങനെ പറയുന്നില്ല എന്നേ ഉള്ളൂ, കാരണം അതൊക്കെ ദേവരഹസ്യങ്ങളാണ്. എങ്കിലും ആ ദേവരഹസ്യ മണ്ഡലങ്ങളിലേക്ക് വ്യാസഭഗവാൻ നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്നുണ്ട്. ദേവലോകവും ഈ ഭൂലോകവും തമ്മിലുള്ളതായ ബന്ധത്തെ വളരെ മനോഹരമായിട്ട് വ്യാസൻ കഥകളിലൂടെ കോർത്തിണക്കി കാണിച്ച് തന്നിട്ടുണ്ട്. അങ്ങനെ ഇന്ദ്രന് പാണ്ഡവന്മാരോട് വളരെയേറെ സ്നേഹമുള്ളതുകൊണ്ട് അവരുടെ നന്മയ്ക്ക് വേണ്ടി, ഭാവിയിൽ അവർക്ക് ശ്രേയസ്സുണ്ടാകണം, അതിനു വേണ്ടിയിട്ട് ശക്രനുണ്ടല്ലോ, ഇന്ദ്രനുണ്ടല്ലോ, നിന്റെ സമീപത്തേക്ക് വരും, നിന്നെ സമീപിക്കും, നിന്നോട് ചില കാര്യങ്ങളൊക്കെ ചോദിക്കും. എങ്ങനെ? ഇന്ദ്രരൂപത്തിലല്ല വരിക, പിന്നെയോ ബ്രാഹ്മണജാത്മന കർണ. അല്ലയോ കർണ, ബ്രാഹ്മണൻ എന്നുള്ള വേഷത്തിലാണ് അയാൾ വരിക. കണ്ടാൽ ബ്രാഹ്മണനെന്ന് തോന്നും. അങ്ങനെ വേഷം മാറിയിട്ട് താൻ ആരാണെന്ന് അറിയിക്കാതെ, യാഥാർത്ഥ്യം അറിയിക്കാതെ ഇന്ദ്രനൂടെ വരും. എന്തിനെന്നറിയോ? കുണ്ടലാപതിഹീർഷയ. നിന്റെ കാതിൽ കിടക്കുന്ന ഈ കുണ്ടലങ്ങൾ, അതേപോലെ നീ മാറിൽ ധരിച്ചിരിക്കുന്നതായ ഈ പവിത്രമായിരിക്കുന്ന കവചം, ഇതിനെ അപഹരിക്കാൻ വേണ്ടിയിട്ട് അയാൾ വരും. എന്താ? പാണ്ഡവന്മാരോടുള്ള സ്നേഹത്തിന്റെ ആധിക്യം കൊണ്ട്. അല്ലയോ കുഞ്ഞെ, നിന്റെ സ്വഭാവവിശേഷം ദേവേന്ദ്രന് നന്നായിട്ടറിയാം. അത് ഉപയോഗിച്ചിട്ടാണ് നിന്നെ പറ്റിക്കാനായിട്ട് വിദ്വാന്റെ വരവ്. ത്വംഹിതാതദാസ്യേവ ബ്രാഹ്മണേഭ്യ പ്രയാചിതം. അല്ലയോ കുഞ്ഞെ, ബ്രാഹ്മണരോട്, ബ്രഹ്മജ്ഞരോട്, സത്യം പറയുന്ന ആളുകളോട്, ധർമ്മം പറയുന്ന ആളുകളോട്, അഹിംസ പ്രവർത്തിക്കുന്ന ആളുകളോട് നിനക്ക് പ്രത്യേക മമതയുണ്ട്. അവര് എന്ത് പ്രാർത്ഥിച്ചാലും എന്ത് ആവശ്യപ്പെട്ടാലും നീ അവർക്ക് അത് സാധിച്ചു കൊടുക്കും. അത് സമ്പത്താകട്ടെ, സ്ഥാനമാനങ്ങളാകട്ടെ, അധികാരമാകട്ടെ, സൽകീർത്തിയാകട്ടെ, എന്തു തന്നെയായാലും അത് നീ നൽകും. അതിനുള്ളതായ ബലം, അതിനുള്ളതായ സന്മനസ്, അതെല്ലാം നിനക്കുണ്ട്. അതുകൊണ്ട് അല്ലയോ കുഞ്ഞെ, അത് മുതലാക്കാൻ വേണ്ടിയിട്ടാണ്, അങ്ങനെ നിന്നെ കുഴപ്പത്തിൽ ചാടിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ദ്രന്റെ വരവ്. ത്വാം തു ചൈവം വിധം ജ്ഞാത്വാ സ്വയം വൈ പാകശാസന
ആഗന്ത കുണ്ടലാർത്ഥായ കവചം ചൈവ ഭിക്ഷിതും. നിന്റെ ഈ സ്വഭാവം, ബ്രാഹ്മണർ എന്ത് ചോദിച്ചു കഴിഞ്ഞാലും കൊടുക്കും എന്നുള്ളതായ സ്വഭാവം, സജ്ജനങ്ങൾ വന്ന് എന്ത് ചോദിച്ചു കഴിഞ്ഞാലും കൊടുക്കും എന്നുള്ളതായ നിന്റെ ഈ സ്വഭാവം, ഇത് മനസ്സിലാക്കിയിട്ട് ഈ നന്മയെ ആയുധമാക്കിയിട്ട് നിന്റെ കയ്യിൽ നിന്ന് കുണ്ടലങ്ങളെയും കവചത്തെയും അപഹരിപ്പാൻ വേണ്ടി ഇന്ദ്രൻ ഇവിടെ വരും, ഉടനെ വരും. അതുകൊണ്ട് ഈ അവസരത്തില് നിന്നോട് എനിക്ക് ഉപദേശിക്കാനുള്ളത് എന്തെന്നറിയോ? തസ്മൈ പ്രയാചമാനായ നദേയേ കുണ്ടലേ ത്വയാ. ആ ഇന്ദ്രൻ ബ്രാഹ്മണവേഷത്തിൽ വന്ന് കവചകുണ്ടലങ്ങൾ ദാനം ചോദിക്കുമ്പോഴേക്കും മറ്റ് ആളുകൾക്ക് നീ ദാനം കൊടുക്കുന്നത് പോലെ കണ്ണുമടച്ച് ഇത് കൊടുത്തു കളയരുത്. ഒരു കാരണവശാലും ഈ കുണ്ടലങ്ങളും ഈ കവചവും നീ ഇന്ദ്രന് ദാനം ചെയ്യരുത്.